لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് നൂറിലെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അള്ളാഹുവിന്റെ കോപം. അപ്പൊ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ കോപം എന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന വിഷയം എത്രമാത്രം ഗൗരവകരമായതാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ പരിശുദ്ധ ഖുർആനിലെ ഒരു ഗൗരവകരമായ ഒരു വിഷയത്തിലെ ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനം അള്ളാഹു പറയുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫത്തഹിലെ ആയത്തുകളാണ് പറഞ്ഞത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മോശമായ വിചാരം വെച്ച് പുലർത്തുന്നവര് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവരാണ്. അത് അള്ളാഹിനെ പറ്റിയിട്ട് അവര് മോശമായ വിചാരം വെച്ച് പുലർത്തുന്നു. അള്ളാഹിന്റെ കോപം എന്റെ മേലുണ്ടായിക്കോട്ടെ എന്നൊക്കെ ഒരാള് പറയുകയാണെങ്കിൽ അതിന് മാത്രം അവര് തരം താഴ്ന്നു പോയിട്ടുണ്ട്. കാരണം അള്ളാഹിനെ പറ്റി അവനെ അറിയില്ല, അള്ളാഹിന്റെ കോപത്തെ കുറിച്ച് അറിയില്ല, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിയില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും അറിയില്ല, മനസ്സിലായിട്ടില്ല. അള്ളാഹിനെ പറ്റിയിട്ടുള്ള ധാരണ തന്നെ അവന് തെറ്റാണ്, മോശമായ ധാരണ. ആ ധാരണ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല അവിടെ ഗളബിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഇനി സൂറത്തുൽ മുജാദിലയിലെ ഒരു ആയത്താണ് നമുക്ക് നോക്കാനുള്ളത്. വലബുള്ള പറയുന്നത് സൂറത്തുൽ മുജാദിലയിലെ 14-ാമത്തെ ആയത്ത്. മുജാദില 58-ാമത്തെ സൂറത്ത്. 58-ാമത്തെ സൂറത്ത് മുജാദില, അതിലെ 14-ാമത്തെ ആയത്ത്. അപ്പൊ നമ്മള് സൂറത്തുൽ ഫത്തഹിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ എന്താ മുജാദില എന്ന് പറഞ്ഞാല്, മുജാദില എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തർക്കിക്കുന്നവർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ദുരാചാരമാണ് ലിഹാർ. ലിഹാറി എന്ന ദുരാചാരത്തെ പറ്റി നബിന്റെ അടുക്കല് വന്ന് സംസാരിച്ച ഒരു പെണ്ണിനെ പറ്റിയാണ്. ആ സംഭവം അള്ളാഹു കേട്ടിട്ടുണ്ട്, നിന്നോട് വന്ന് തർക്കതേ സമയം അള്ളാഹു ഇതിന്റെ തുടക്കത്തില് അള്ളാഹു തആല പ്രതിപാദിക്കണ കണക്കത് സമയം അള്ളാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അത് അള്ളാഹ് കേട്ടിരിക്കുന്നതാണ്. നിന്റെ അടുക്കൽ ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ തന്റെ നബിയെ താങ്കളുടെ അടുക്കൽ വന്ന് തർക്കിക്കുന്നവരുടെ സംസാരം അള്ളാഹ് കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വഹീന്റെ ആ വിഷയത്തിന്റെ ഗൗരവമാണ്. അതായത് പിന്നെ ഒരു വിവാഹമോചനം അന്ന് നടത്തിയിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ലിഹാർ. അതായത് പിന്നെ ഇനി എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ എനിക്ക് നീ എന്റെ ഉമ്മയെ പോലെയാണ്, യാതൊരു ലൈംഗിക ബന്ധവും നമ്മൾ തമ്മിൽ ഇനി ഉണ്ടാകൂല, ശാരീരിക ബന്ധം ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ ഒഴിവാക്കുക. അങ്ങനത്തെ ഒരു ദുരാചാരം ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. ലിഹാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട്
ഒരു പെണ്ണ് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. സൂറത്തുൽ മുജാദല എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഈ സൂറത്തിലെ ഏതാനും ആയത്തുകളാണ്, ഒന്ന് കേൾക്കുക. ألم تر إلى الذين تولوا قوما غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب وهم يعلمون أعد الله لهم عذابا شديدا إنهم ساء اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين لن تغني عنهم أموالهم ولا أولادهم من الله شيئا يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون ഈ ആയത്തുകളിൽ അള്ളാഹുവിന്റെ വലബിനെ സംബന്ധിച്ച് പറയുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ആയത്ത് എന്തിനാ നോട്ട് ചെയ്തത്? ഈ ആയത്ത് നമ്മൾ കോട്ട് ചെയ്തത് പിന്നെ വലബുള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തുകളിൽ വലബുള്ള ആർക്ക് ഏത് വിഭാഗത്തിന് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ നമുക്ക് അറിയില്ല നമ്മളെ മേൽ അള്ളാന്റെ വലബുണ്ടോ ഇല്ല എന്നുള്ളത്. പറയാം
പറയാം ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഗളബ്, അള്ളാന്റെ ഗളബ് നമ്മുടെ മേലുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനുള്ള ചില അടയാളങ്ങൾ കൂടി ഈ ആയത്തിൽ പറയുമെന്നുള്ളത് മനസ്സിലായില്ല. അതായത് അള്ളാഹുവിന്റെ ഗളബ് ആരുടെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഗളബ് ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ആ അടയാളങ്ങൾ, ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടോന്ന് നോക്കിയാല് ഉണ്ടെങ്കിൽ അള്ളാന്റെ ഗളബ് നമ്മളെ മേലെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. 3 കാര്യങ്ങൾ. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഗളബിനെ നമുക്ക് എങ്ങനെ റിളയാക്കി മാറ്റാൻ പറ്റും. ഗളബിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗളബിന്റെ നേരപ്പുറം റിളയാണ്, അള്ളാന്റെ തൃപ്തിയാണ്. അപ്പൊ ആ തൃപ്തി നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അതായത് അള്ളാഹുവിന്റെ റിള സമ്പാദിക്കുന്നതിലൂടെ മാത്രമേ അവന്റെ ഗളബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. നബിന്റെ രാത്രി നിസ്കാരത്തിന്റെ പ്രാർത്ഥന പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാഹുമ്മ അഊദു ബിരിളാക മിൻ സഖതിക. രാത്രി നിസ്കാരത്തിലെ പ്രാർത്ഥന സുജൂദിൽ റസൂൽ പ്രാർത്ഥിച്ചു എന്ന് ആയിഷ ബീവി ഇങ്ങനെ കൈകൊണ്ട് തട്ടി നോക്കിയപ്പോ നബിന്റെ കാലിന്റെ വെള്ളഭാഗത്ത് കൈ തട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ഓർമ്മല്ലോ, ഇവിടെ പഠിപ്പിച്ചില്ലേ? അപ്പൊ ഈ റിളയിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ഗളബിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അപ്പൊ അതെങ്ങനെ നേടാൻ പറ്റുന്നില്ല. 3-ാമത്തെ കാര്യം, 2 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നമ്മളുള്ളത്? ഒന്ന് ഹിസ്ബു ശൈത്താൻ, 2 ഹിസ്ബുള്ള. ഒന്ന് ഹിസ്ബു ശൈത്താനാണ്, മറ്റൊന്ന് ഹിസ്ബുള്ളയാണ്. ഇതിൽ ഏതിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നോക്കാൻ പറ്റും. അള്ളാന്റെ പാർട്ടിയിലാണോ അതല്ല ശൈത്താന്റെ പാർട്ടിയിലാണോ? ഈ 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ ഈ ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിച്ചിട്ടുള്ളത്. ശരി, നമുക്ക് ആയത്തിന്റെ അർത്ഥം നോക്കാം. ശ്രദ്ധിക്കുക. 14-ാമത്തെ ആയത്ത് കൈവച്ചോളൂ, വായിക്കുന്നത്. അലം തറ, നീ കണ്ടില്ലേ? നബിയോട് ചോദിക്കും. ഈ അലം തറ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്തുകൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അതുകൂടി നമ്മുടെ കൂടുതൽ ഖുർആൻ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചു വെക്കണം. അലം തറ എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ നബിയോട് ഡയറക്റ്റ് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ അലം തറ. നമുക്ക് അങ്ങനെ കുറെ ആയത്തുകളുണ്ട്, കുറെ വിഷയങ്ങളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആയത്ത് പറയും. അപ്പൊ അതൊരു വലിയ കഅബാലയത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വലിയ കഅബാലയത്തെ ഇസ്ലാമിനെ പൊളിക്കാനാണ് ഒരു വന്നത്. ഇസ്ലാമിനെ പൊളിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത് കഅബ അന്ന് നബിയൊന്നും വന്നിട്ടില്ല, നബി ആയിട്ടില്ല. കഅബ പ്രതിദാനം ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. അത് കഅബയുടെ നിർമ്മാണം നടത്തിയ ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ്. അപ്പൊ കഅബയുടെ സംരക്ഷകരാണ് അവര്. അള്ളാൻ ആരാധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അള്ളാൻ ആരാധിക്കുമ്പോൾ ബഹുമാനം കൂടിയിട്ട് അള്ളാന്റെ കൂടെ മറ്റു പലരും ആരാധിക്കുന്നു മാത്രം. അപ്പൊ ആ കഅബയെ ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് അന്ന് ഖുറൈശികൾ പറഞ്ഞത് കഅബയുടെ നാഥൻ കാത്തോളൂ എന്നൊക്കെ പറഞ്ഞു. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ അത് അവർക്കിടയിൽ നടന്നൊരു സംഗതിയാണ്. അവർക്കത് അറിയാം, ആ ചരിത്രം അവർക്കിടയിൽ ഉണ്ട്. അതിന്റെ അടയാളങ്ങൾ ബാക്കിയായത് പലതും അവർ ജീവിക്കുന്നുണ്ട്. അവിടെയാണ് കണ്ടില്ലേ എന്ന് ചോദിച്ചത്. അതൊരു താക്കീത് പോലെ. നമ്മൾ സാധാരണ ഈ രക്ഷിതാക്കളൊക്കെ മക്കളും അറിയാം, ഈ കണ്ടില്ലേ, ഈ കേട്ടിയില്ലേ, ഇപ്പൊ അവിടെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണർത്താറുണ്ട്. അത് ഗൗരവമുള്ള സംഭവമായിരിക്കും. ഇതേപോലെ അല്ലാഹ് പറയുന്നത് അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു കോപിച്ച, അല്ലാഹുവിന്റെ ഗളബുള്ള ഒരു വിഭാഗവുമായിട്ട് അവര് ചങ്ങാതം കൂട്ടിയിരിക്കുകയാണ്. അവരെയാണ് ചങ്ങാതിമാരാക്കിയിട്ട് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ചങ്ങാതിമാരാക്കി കൂട്ടിയ ആ മുനാഫിക്കുകളെ നീ കണ്ടില്ലേ എന്നാണ് അവ ചോദിക്കുന്നത്. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം. ജൂതന്മാർക്ക് അള്ളാന്റെ കോപമുണ്ട് എന്നുള്ളത് ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞ സംഗതിയാണ്.
ആ കോപത്തിലേക്ക് നബിന്റെ കൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ ആൾക്കാരാണ് എന്ത് ചെയ്യണത്? ഈ ജൂതന്മാരെ കൂടെ കൂടിയിട്ട് ചങ്ങാത്തം സ്ഥാപിച്ചിട്ടുള്ളത്. ഓലെ കൂട്ടുകെട്ട് അവിടെ. നബിന്റെ കൂടെ നിൽക്കേണ്ട, നബിന്റെ കൂടെ ഉണ്ടാകേണ്ട ആൾക്കാർ, മുസ്ലിമീങ്ങൾ ഒരു വിഭാഗം ജൂതന്മാരുമായിട്ട് മൈത്രി ബന്ധത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിഭാഗത്തെ നീ കണ്ടില്ല. മാഹും മിൻഹും വലാ മിൻഹും, ഇവര് ഓലിപ്പെട്ട ആൾക്കാരുമല്ല, എന്നാലോ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടവരും അല്ല. അല്ലാഹ് പറയാം. ആരെപ്പറ്റിയാ പറഞ്ഞേ? മുനാഫികളെ സംബന്ധിച്ചാണ്. അള്ളാന്റെ എന്താ പഠിക്കേണ്ടതെന്നറിയാം. അള്ളാന്റെ കൊള്ളപ്പുള്ള ആൾക്കാരെ കൂടെ പോയി കൂടിയാല് അവരും ആരായിട്ട് മാറും? അള്ളാന്റെ കൊള്ളപ്പുള്ള ആൾക്കാരായിട്ട് മാറുന്ന പഠിക്കണ്ടേ? എങ്ങനെ എങ്ങനെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുറെ വിഷയങ്ങൾ വരുന്നുണ്ട്. അതായത് രാജ്യം എന്ന് പറയുന്നത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ മുഖത്ത് ഒരു നിൽക്കുന്ന ഒരു രാജ്യങ്ങൾ തമ്മിൽ ഉള്ളത് അതൊരു സന്ധിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് വേറൊരു തലമാണ്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇസ്രായേൽ ചോദിക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇസ്രായേലുമായിട്ട് ജൂതരാഷ്ട്രവുമായിട്ട് ഒരു മുസ്ലിം രാഷ്ട്രം മൈത്രി ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പല ഇസ്ലാമിക രാജ്യങ്ങളും മൈത്രി ബന്ധത്തിലല്ല ഉള്ളത്. മൈത്രി ബന്ധത്തിലല്ല, അവര് അങ്ങനെ തന്നെയാണ് വിട്ടിട്ടുള്ളത് പല. എന്നാൽ ചിലതിന് എന്തുണ്ടാവുന്നത്, ചില രാജ്യങ്ങൾ, ഇപ്പൊ ജോർദാനെ പോലെയുള്ള രാജ്യങ്ങള്, ഇപ്പൊ സൗദിയ അങ്ങനെയുള്ള രാജ്യങ്ങളും ഈ ജൂതരാഷ്ട്രവും തമ്മിലുള്ളത് ഇങ്ങനെയുള്ള മൈത്രി ബന്ധമല്ല. അതേ സമയത്ത് ജോർദാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷെ അത് ഇസ്രായേലിന്റെ ബോർഡറാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണിത് ജോർദാൻ. അപ്പൊ അങ്ങനെ അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ ഒരു സന്ധി ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ചില വിട്ടുവീഴ്ചകളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കേണ്ടി വരും. ചില രാജ്യങ്ങൾ തമ്മിൽ കരാർ ചെയ്തപ്പോ അതൊരു നാടിന്റെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ ഭൂമിയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതായത് ആവശ്യം വരുമ്പോ ഇടാന് ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പൊ ഇവര് അനുഭവം ഇട്ടാൽ ആ അയൽ രാജ്യം മുഴുവനും പോവും. അപ്പൊ അവര് പറയും ഞങ്ങളെ കയ്യിൽ ഇതിനേക്കാൾ ഗൗരവമുള്ളതുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ടിടും. അപ്പൊ ഇത് രണ്ടും ഇതുവരെ ഇടാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അത് വേറൊരു വിഷയം തന്നെ. ഏതുപോലെ ഇസ്ലാം ഏറ്റവും മോശമായ സംഗതിയായിട്ടാണ് അടിമത്തത്തെ കാണുന്നത്, അല്ലെ? അടിമത്തം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് ഇല്ല. എന്തുകൊണ്ട്? അത് ഈ പറഞ്ഞതാണ്. അത് അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയിലെപ്പോഴും, പാകിസ്ഥാൻ ഇന്ത്യയിൽ അതിർത്തിയിലെപ്പോഴും പ്രശ്നമാണ്, അല്ലെ? ചൈന ഇന്ത്യൻ അതിർത്തിയിലെപ്പോഴും പ്രശ്നമാണ്. അതിർത്തി സ്ഥലങ്ങൾ എപ്പോഴും പ്രശ്നമാണ്. അവിടെ ഉള്ളതാരാ? പട്ടാളക്കാരാണ്, അല്ലെ? അപ്പം അടിമകളാക്കിയിട്ട് വെക്കും, പട്ടാളക്കാരെ പിടിച്ചു വെക്കും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള, അപ്പൊ ഇത് തമ്മിൽ സന്ധി സംഭാഷണം നടത്തണമെങ്കിൽ ഈ രാജ്യം പിടിച്ചു വെച്ച പട്ടാളക്കാരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുതരാ, ഓലങ്ങോട്ടും വിട്ടുതരാന്നുള്ളതാണ്. അപ്പം ഇസ്ലാം അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ശത്രു സംഘത്തെ അടിമകളാക്കിയിട്ട് വെക്കാൻ പറ്റൂല, അടിമകളാക്കി പിടിക്കാൻ പറ്റൂല. അപ്പൊ എന്താകും? ഇസ്ലാമിക ഭരണകൂടത്തിലെ ഒരു രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അടിമകളാക്കി വെച്ച ആൾക്കാർ എന്ത് ചെയ്യും? അവിടെ കുടുങ്ങിപ്പോവും. കാരണം ഇവരെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അവരുടെ പട്ടാളക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രായോഗിക തലമാനത് അടിമത്തം. അപ്പൊ അതേപോലെയാണ് ഈ വിഷയം. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല്,
ജൂതന്മാരുമായിട്ട്, ജൂതന്മാരെന്ന് പറഞ്ഞ മനുഷ്യന്മാർ തന്നെയാണ്. ജൂതന്മാർ എന്ന ആ ഒരു ഒരു മനുഷ്യ വിഭാഗത്തോടുള്ള എതിർപ്പോ ദേഷ്യമൊന്നുമല്ല, മറിച്ച് ജൂതന്മാരുടെ നിലപാടുകളാണ് പ്രശ്നം. മനസ്സിലായിട്ട് പറഞ്ഞത്, ജൂതന്മാരുടെ നിലപാടുകളോടാണ് ഇസ്ലാം. അപ്പൊ ജൂതന്മാരുടെ നിലപാട് എന്താണ്? എന്താ ജൂതന്മാർ അള്ളാന്റെ കോപത്തിന് വിധേയരാകാനുള്ള കാരണം എന്താണ്? ജൂതന്മാര് അതെ, വേദഗ്രന്ഥങ്ങളെ അവര് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്, ഈ വേദഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ച നിലപാടാണ് ജൂതന്മാര് അള്ളാന്റെ കോപത്തിന് വിധേയരാകാനുള്ള കാരണം. അപ്പൊ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര് വേദഗ്രന്ഥം പഠിക്കാതെ ഈ ജൂതന്മാരെ പോലെ ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? അവര് ജൂതന്മാരെ കൂട്ടത്തിലാണ്. ഇനി അന്നത്തെ കാലത്തുണ്ടായ അവസ്ഥ എന്താന്ന് വെച്ചാല്, മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ കൂടെ കൂടിയിട്ട് അവർക്ക് കൂറ് എവിടേക്കാരും ജൂതന്മാരെ കൂട്ടത്തിലേക്കാരും. മനസ്സിലായില്ലേ? അതാണ് അള്ളാഹ് പറഞ്ഞത്, അവര് നിങ്ങളെ കൂട്ടത്തിലുമല്ല, എന്നാ ജൂതന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ജൂതന്മാര് കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഈ മുനാഫിക്കീങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കണ്ടേ. അപ്പൊ അള്ളാഹ് പറയാണ്, ഓല് നിങ്ങളെ കൂട്ടത്തിലുമല്ല, ഓല കൂട്ടത്തിലുമല്ല. ഇനിയുള്ള പ്രശ്നം എന്താണ്? അറിഞ്ഞുകൊണ്ട് അവർ കള്ളസത്യം ചെയ്യാണ്. അറിഞ്ഞുകൊണ്ടാണ് അവർ കള്ളസത്യം ചെയ്യുന്നത്. എങ്ങനെ? എന്താ അവരെ കള്ളസത്യം? അൽബക്കറിന്റെ ആദ്യ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് നിങ്ങളെ കൂടെ എന്ന് പറയും. അങ്ങോട്ട് പോകുമ്പോൾ പോലും പറയും ഞങ്ങള് നിങ്ങളെ കൂടെ എന്ന് പറയും. അള്ളാന്റെ കോപം ഉണ്ടായാലുള്ള പ്രശ്നമാണ് ഇനി പറഞ്ഞത്. അള്ളാഹ് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയും വളരെ മോശമായ ദുഷിച്ച കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശബ്ദങ്ങളെ അവരൊരു പരിചയാക്കിയിരിക്കുക, അവരൊരു മറാക്കി സ്വീകരിക്കുന്നത് അവർ ഈ ശബ്ദങ്ങളെയാണ്, സത്യങ്ങളെയാണ്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഫലഹും അദാബുൻ മുഹീൻ, അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅ, അവരുടെ സമ്പത്തുകളോ സന്താനങ്ങളോ അല്ലാഹുവിങ്കൽ അവർക്ക് ഒട്ടും പ്രയോജനപ്പെടില്ല. അപ്പൊ അള്ളാന്റെ കോപം ഉണ്ടായാലുള്ള പ്രശ്നം എന്താ? അള്ളാന്റെ കോപത്തിന് കാരണമാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഉണ്ടായാല് നമ്മളെ മക്കളും നമ്മളെ സമ്പത്തും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉപകാരം നമുക്ക് ചെയ്യൂല. അസ്ഹാബുന്നാർ നരകവാസികളാണ് അവരതിൽ നിത്യവാസികളുമായിരിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇനി ഇവർ എത്രമാത്രം ഇവര് പരലോകത്ത് വന്നാൽ അള്ളാഹു എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം നിങ്ങളോട് കള്ളസത്യം ചെയ്യണമാതിരി അവര് നമ്മളോടും അള്ളാഹ് പറയണം, അള്ളാഹിനോടും കള്ളസത്യം ചെയ്യും. അവരെന്തോന്ന് നേടിയെന്നാണ് അവർ വിചാരിക്കുന്നത്, എന്തോ ഒരു ഭയങ്കരമായ ഒരു സംഗതി നേടിയെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അലാ ഇന്നഹും കാദിബൂൻ, മനസ്സിലാക്കുക, തീർച്ചയായും അവർ കള്ളന്മാർ തന്നെയാണ്. ഇനി അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ഒരാൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായ കാര്യം, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായ പിന്നെ വ്യക്തി ആരാ? ഇബ്ലീസാണ്. അള്ളാഹുവിന്റെ ഒളബിന് ആദ്യമായി വിധേയമായ ആ ഇബ്ലീസ് ആയിരിക്കും അള്ളാഹുവിന്റെ ഒളബിന് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആരൊക്കെ കാരണക്കാരാകുന്നുണ്ടോ അവരൊക്കെ. ഇപ്പൊ എനിക്ക് അള്ളാഹിന്റെ കോപം ഉണ്ട് വിചാരിച്ചോളൂ, അള്ളാഹിന്റെ കോപത്തിന് ഞാൻ വിധേയനാവുകയാണെങ്കിൽ എന്താ ഉണ്ടാകാന്നറിയോ? ശൈത്താൻ എന്നെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ ആയത്തുകള് അള്ളാഹിന്റെ കോപത്തിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ കോപം നമ്മളെ മേൽ ഉണ്ടോ എന്നുള്ളത് കൂടി അറിയാൻ പറ്റും. അവിടെയാണ് റഫീഖ് ചോദിച്ച ചോദ്യം. ഒരാൾ സുബീക്ക് പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ, ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ല, നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ നബി എന്താ പറഞ്ഞത് അയാളെ പറ്റി? അയാൾ ആര് കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാ? ശൈത്താൻ പിശാചാണ് അല്ലെ? ഉറങ്ങിക്കോന്ന് പറയും, നല്ലോ തട്ടിക്കൊട്ടിക്കോ, അതാരാണ്? ശൈത്താനാണ്. അപ്പൊ ശൈത്താൻ കീഴടക്കി വെച്ചവർക്കൊക്കെയും അള്ളാഹുവിന്റെ ഉളബുണ്ടാകും. വിഷയം അതാണ്. നോക്കി, ഇസ്തഹ്വദ, അടുത്ത ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാനു, കണ്ടോ? ശൈത്താൻ അവരെ കീഴടക്കി വെച്ചിരിക്കുന്നു. ശൈത്താൻ അവരെ
ഇസ്തഹ്വദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കീഴടക്കി വെക്കുന്ന. ശൈത്താനൊരു വസ്വാസ് മാത്രമൊന്നല്ല ഉണ്ടാക്കുക. മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ പല ആൾക്കാരും പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ശൈത്താൻ കീഴ്പ്പെടുത്തി വെക്കും. ശൈത്താൻ അവരെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ കീഴ്പ്പെടുത്തി വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വായിക്കി അല്ല, ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ, ശൈത്താൻ അവരെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്. അപ്പൊ അല്ലാഹനെ പറ്റിയുള്ള ദിക്ർ മറന്നു കളയും. അല്ലാഹനെ പറ്റിയുള്ള ദിക്റുല്ലാഹ് വിസ്മരിപ്പിക്കും. അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്റുല്ലാഹ്. നിസ്കാരം, ജുമുഅ, ഖുതുബ, ക്ലാസ്, അതൊക്കെ ദിക്റുള്ളാണ്. ഖുർആൻ പഠനം അത് മറപ്പിക്കുന്നവർ. അൻസാഹും ദിക്റല്ലാഹ്. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മറക്കുന്നല്ല, ശൈത്താൻ മറപ്പിക്കും. അൻസാഹും ദിക്റല്ലാഹ്. ദിക്റുല്ലാഹ് അവനെ മറപ്പിക്കും. മനസ്സിലായില്ലേ? എന്റെ ഖുർആൻ ക്ലാസ്സിന് കണ്ടില്ല. ഏറ്റവും വലിയ ദിക്റുള്ള ഖുർആനാണ്. ഞാൻ മറന്നുപോയി. ഇന്ന് ഖുർആൻ ക്ലാസ്സിലത് മറന്നുപോയി. ആരാ മറപ്പിച്ചത്? ആ ശൈത്താൻ അവനെ കീഴ്പ്പെടുത്തി വെച്ചു. ഇവന്റെ മേൽ എന്തുണ്ട്? അള്ളാന്റെ ഒളബുണ്ടോ ഇല്ലയെന്ന് അറിയാതെ അടയാളങ്ങളായി പറയണത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശൈത്താൻ മറപ്പിച്ചതാണ്. ശൈത്താൻ കീഴ്പ്പെടുത്തി വെച്ചാൽ പല ദിക്റുള്ളയും ശൈത്താൻ മറപ്പിക്കും. ഉലൈക ഹിസ്ബു ശൈത്താൻ. അക്കൂട്ടർ ഹിസ്ബു ശൈത്താനാണ്, ശൈത്താന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ശൈത്താന്റെ പാർട്ടിയായി ജീവിച്ച് മരിച്ചുപോയാൽ അവർ തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അല്ലാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവർ ആരാണ്? അക്കൂട്ടർ തന്നെയാണ് ഏറ്റവും നിന്ദ്യരായവർ. അന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എന്റെ ദൂതന്മാരുമാർക്ക് വിജയിക്കാൻ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അല്ലാഹു ശക്തനും പ്രതാപിയുമാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്നാൽ ഒരു ഖൗമിനെ കാണാൻ പാടില്ല. കാണാൻ പാടില്ല. ആര് എവിടെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദുന മൻ ഹാദല്ലാഹ വറസൂലഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയേയില്ല. നിനക്ക് കാണാനേ കഴിയില്ല. വലൗ കാനു ആബാഅഹും. ഒരു സ്വന്തം വാപ്പാരാണെങ്കിലും ശരി, എങ്ങനെ സ്വന്തം വാപ്പയാണെങ്കിലും ശരി കാണൂലാണ്. അള്ളാഹിനോട് റസൂലിനോട് എതിർത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം വാപ്പ ഉണ്ടെങ്കിൽ പോലും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്നത് കാണൂല. ഔ അബിനാഅഹും. അത് മക്കളാണെങ്കിലും ഇഖ്വാനഹും സഹോദരങ്ങളാണെങ്കിലും ഔ അശീറത്ത് കുടുംബക്കാരും മുഴുവനുണ്ടെങ്കിലും ഏട്ടനഞ്ചന്മാരും മക്കളും വാപ്പിയും ഒക്കെ അള്ളാഹിനോട് റസൂലിനോട് എതിർത്ത് നിൽക്കുന്ന ഈ ഭാഗത്തിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യൂല? അവരുമായിട്ട് മൈത്രി ബന്ധം പുലർത്തുന്ന അള്ളാഹിലും അന്ത്യദിനത്തിൽ വിശ്വാസമുള്ള ഒരു ജനതയെ നീ കാണൂല. അങ്ങനെയുള്ള ആ കൂട്ടത്തിൽ കാണും. കാരണം എന്താ? ഇവരുടെ തൃപ്തിയേക്കാൾ ഇയാൾ കാക്ഷിക്കേണ്ടത് ആരെ തൃപ്തിയാ? അള്ളാന്റെ തൃപ്തിയാണ്. ഇവരെ തൃപ്തി കാക്ഷിച്ചാൽ കിട്ടാമുടെ അള്ളാന്റെ കൊള്ളമാ. മനസ്സിലാണ്ട് പറഞ്ഞത്? വിഷയം മനസ്സിലായ? അള്ളാന്റെ കൊള്ളമാ. ഇനി ആർക്കെങ്കിലും ഈ അള്ളാഹുലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വാസം ഉണ്ടായിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ റസൂലുമായി എതിർത്ത് നിൽക്കുന്നവരുമായിട്ട് അതിൽ നിന്ന് വേറിട്ട് പോരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹ് അവരെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിസ്സാര കാര്യമല്ല. അള്ളാഹ് ഈമാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ആത്മചൈതന്യം കൊണ്ട് അവർക്ക് ശക്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു അള്ളാഹു നൽകുന്ന ഒരു പവർ ഉണ്ടാവും. ആ പവർ കൊണ്ട് അള്ളാഹു അവർക്ക് ശക്തി നൽകിയിട്ടുണ്ട്. അവർ അള്ളാഹ് പ്രവേശിപ്പിക്കല് അടിഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിലായിരിക്കും. റളിയല്ലാഹു അൻഹു വറളു അൻഹു. അള്ളാഹിനെ പറ്റി അവർ തൃപ്തിപ്പെട്ടു, അതുകൊണ്ട് അള്ളാഹ് അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ്.
അവരാണ് അള്ളാന്റെ പാർട്ടി. അലാ ഇന്ന ഹിസ്ബുല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പാർട്ടിയാണ് വിജയിക്കുക. ആണ് മുഅ്മിനീങ്ങൾക്ക് അത് അഫ്ലഹൽ മുഅ്മിനൂൻ ഉലൈക അലാ ഇന്ന ഹിസ്ബുല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ അത് വിജയിക്കാൻ കഴിയണം. അപ്പം ഈമാൻ നിലനിർത്താൻ കഴിയണം. അതിനാണ് നമ്മൾ ഈ ഗളബുല്ലാ എന്ന വിഷയം നമ്മൾ ഇങ്ങനെ ഖുർആൻ ആയത്തോടെ പഠിക്കുന്നത്. ഇത് നമുക്ക് നൽകേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ നിലപാടുകളൊക്കെ അള്ളാന്റെ കോപത്തിന് വിധേയമാകുന്ന വല്ലതുമുണ്ടോ എന്ന് ആലോചിക്കുക. അത് പഠിക്കുമ്പോൾ അള്ളാന്റെ ഗളബ് എന്നതൊരു ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും അള്ളാന്റെ തൃപ്തിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാന്റെ വളവിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മരിച്ചു പോകുന്ന സമയത്ത് റാളിയത്തൻ ഉദ്ഖുലി ഫി ജന്നതി, എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ, ഏത് രൂപത്തിൽ മടങ്ങിക്കോ, ഇർജി ഇലാ റബ്ബികി റാളിയത്തൻ മർദിയ. അപ്പൊ റാളിയത്തും മർദിയത്തും ആയിട്ട് മടങ്ങാൻ കഴിയെങ്കിൽ അള്ളാന്റെ കോപം ഉണ്ടാകാൻ പാടില്ല. അള്ളാന്റെ തൃപ്തിയിൽ മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതലായി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അതുപ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ان شاء الله അടുത്ത ക്ലാസും ശനിയാഴ്ച തന്നെ ആയിരിക്കും.